ഇത് നമ്മുടെ മൈസൂരാണ്. ചരിത്രവും സംസ്കാരവും സങ്കലനമായ ഒരു സുന്ദരമായ നഗരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഫേമസ് ആയ 2 സ്ഥലങ്ങളാണ്. ഒന്ന് ചാമുണ്ഡി മല കയറി ചാമുണ്ഡി ടെമ്പിൾ കാണാൻ പോകുന്നു. പിന്നെ നമ്മൾ സെൻറ്റ് ഫിലോമിന കത്തീഡ്രലിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ രാവിലെ 5:50 തന്നെ ഇറങ്ങി. ഇന്നലെ പരിചയപ്പെട്ട ഒരു അടിപൊളി അണ്ണനുണ്ട്. ഇവിടുത്തെ കർണാടകക്കാരനാണ്. മഞ്ജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അണ്ണനെ ഞാൻ ഇന്നലെ രാത്രിയൊക്കെ വിളിച്ചിരുന്നു. രാവിലെ ഒരു 5:50 വരാൻ. അണ്ണൻ ഒരു 6 മണിയോടെ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. പുള്ളി ഒരു കന്നഡക്കാരനാണ്, പക്ഷേ അല്പം തമിഴും ഇംഗ്ലീഷും അറിയുന്നുണ്ട്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ പാടുണ്ടായിരുന്നില്ല. എനിക്ക് കന്നഡ ഒട്ടും തന്നെ അറിയില്ല. പിന്നെ നിങ്ങൾക്ക് കന്നഡ അറിയുമോ? കന്നഡ കുറച്ചുകൂടിയും ഡിഫിക്കൽട്ടായ ഒരു ലാംഗ്വേജാണ് എനിക്ക് തോന്നിയത്. തമിഴിനെയൊക്കെ അപേക്ഷിച്ച് വളരെയധികം കുറച്ച് പാടല്ലേ. പിന്നെ നമ്മളെ മൈസൂർ സീരീസിൻ്റെ 2ാമത്തെ വീഡിയോ ആയിട്ടാണ് ഇത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മൈസൂർ പാലസിൻ്റെ അവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്ററോളം ദൂരമുണ്ട് ചാമുണ്ഡി മലയിലേക്ക്. അപ്പോൾ നമ്മൾ ചാമുണ്ഡി മല കയറുമ്പോൾ തന്നെ വളരെ വിശാലമായ കാഴ്ചകളാണ് കാണുന്നത്. മൈസൂർ സിറ്റി ഇവിടുന്ന് നന്നായി തന്നെ കാണാൻ കഴിയും. നല്ല കാറ്റും ഉണ്ടായിരുന്നു, നല്ല തണുപ്പാണ് ഈ യാത്രയിലുടനീളം നമുക്ക് കിട്ടുക. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ വലിയ മല കയറി മലയുടെ മുകളിലെത്തി. ഇവിടെ ഒരുപാട് കടകളൊക്കെ കാണാൻ കഴിയും. മഹിഷാസുരൻ്റെ ആ ഫേമസ് ആയ വാഴം പിടിച്ചുള്ള പ്രതിമയില്ല, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. 6:20 നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് എന്താ അറിയോ? ഈ അണ്ണനാകെ നമ്മളെ നിന്ന് മേടിച്ചത് 200 രൂപയാണ്. അതായത് നിങ്ങൾ ആലോചിച്ചു, ഞാൻ കഴിഞ്ഞ ദിവസം 11 മണിക്ക് വിളിച്ചിട്ട് രാവിലെ 5:50 വരാൻ പറഞ്ഞു. പുള്ളി 6 മണിയാകുമ്പോഴത്തേക്ക് എത്തി. എന്നിട്ട് ഇത്രയും ദൂരം 12-13 കിലോമീറ്റർ ഓടി. എന്നിട്ട് പുള്ളി അതിൻ്റെ ആകെ 200 രൂപ മേടിച്ചിട്ടുള്ളൂ. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരാണെങ്കിൽ, ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് ആണെങ്കിൽ അതിലും കൂടുതൽ എന്തായാലും മേടിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 10-300 രൂപയെങ്കിലും മേടിക്കില്ലേ അല്ലേ? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക, അത്രയും കിലോമീറ്റർ ഓടിയപ്പോൾ എത്ര മേടിക്കുന്നത്. ഇവിടെ അത്യാവശ്യം വൃത്തികേടായിരുന്നു, പക്ഷേ അതൊക്കെ ഉടൻ തന്നെ ക്ലീൻ ചെയ്യും. പുള്ളിയെ നേരെ തന്നെ ടെമ്പിളിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് ഇറക്കി വിട്ടു കേട്ടോ. സാധാരണ ഇവിടെ അങ്ങനെ ഇറക്കാറില്ല. പാർക്കിംഗ് തൊട്ട് അപ്പുറത്താണ്. ഈ ടെമ്പിൾ എന്ന് പറയുന്നതില്ലേ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഭവം തന്നെയാണ്. വിസ്മയമാണ്. 12ാം നൂറ്റാണ്ടിലാണ് ടെമ്പിൾ നിർമ്മിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 1000 വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടുന്ന് ടെമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള വിസ്മയിപ്പിക്കുന്ന സൂര്യോദയമാണ്. ഇവിടെ ഒരു മണ്ഡപമുണ്ട്, ചെറിയ മണ്ഡപമാണ്. അതിൽ കയറി ഒരുപാട് പേര് ആ സൂര്യോദയം ഒന്ന് കണ്ട് രസിക്കുന്നുണ്ട്. നമുക്കും അങ്ങോട്ടേക്കൊന്ന് കയറി നോക്കി നോക്കാം അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന്. നല്ല ഭംഗിയാണ്. നിങ്ങൾ ചാമുണ്ഡി ഹിൽസ് കയറാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മോർണിംഗ് തന്നെ വരിക. ഒരു 6 മണിയോടെ ഇവിടെ എത്തിയാൽ വളരെയധികം ശാന്തമായ ഒരു അന്തരീക്ഷം നമുക്ക് ലഭിക്കും. അധികം ക്രൗഡൊന്നും ഉണ്ടാവില്ല. കുറച്ച് നല്ല തിരക്ക് വരും ഇവിടെ. പക്ഷേ 7:30ക്കാണ് ദർശന സമയം. 7:30ക്കാണ് കോവിൽ ഓപ്പൺ ആവുക. ഇനി നമുക്ക് നേരെ ടെമ്പിളിൻ്റെ ആ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ഒരുപാട് വേറെയും ബിൽഡിങ്സ് ഉണ്ട്. അതായത് ആൾക്കാർ താമസിക്കുന്ന അവരുടെ വീടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചാമുണ്ഡി ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റു പ്രധാനപ്പെട്ട 2 ടെമ്പിളാണ്. ഒന്ന് ശ്രീ മഹാബലേശ്വര ടെമ്പിളും രണ്ടാമത്തത് ശ്രീ നാരായണസ്വാമി ടെമ്പിളുമാണ്. അത് ഈ ചാമുണ്ഡി ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ശ്രീ മഹാബലേശ്വര ടെമ്പിൾ. നമുക്ക് ഒന്ന് അങ്ങോട്ടേക്ക് കയറി നോക്കാം. ഇവിടെയും കോവിൽ ഓപ്പൺ ആവുന്നത് 7:30 കേട്ടോ. അവിടെ 2 ചേച്ചിമാർ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതാ അവിടെ ഒരു 1-2 ഏട്ടന്മാർ മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയ്ക്കധികം പഴക്കമുള്ള ടെമ്പിളും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. അതിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈൽ കണ്ടില്ലേ? ഗോപുരത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈല് വളരെയധികം മനോഹരമാണ്. നമ്മളെ വിസ്മയിക്കുന്നതാണ്. നിങ്ങളിങ്ങനൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും മൈസൂരിലെ ഈ കാഴ്ചകളൊന്നും മിസ് ചെയ്യാൻ പാടില്ല. തൊട്ടടുത്ത് തന്നെ ശ്രീ നാരായണസ്വാമി ടെമ്പിളും ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ 2 കുരങ്ങന്മാരെ കാണാം കേട്ടോ. അവിടെ ഇരിക്കുന്നുണ്ടല്ലേ, 3 എണ്ണം ഉണ്ട്. ആ കാണുന്നതാണ് ശ്രീ നാരായണസ്വാമി ടെമ്പിൾ. നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടോ. പിന്നെ ഏത് മതവിശ്വാസിയാലും ദൈവവിശ്വാസിയിലും വരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ടെമ്പിളിന് വിസിറ്റ് ചെയ്തിലും കുഴപ്പമില്ല. അതിലൂടെ ചുറ്റി നടന്നാൽ തന്നെ നല്ല രസകരമാണ്. നമ്മുടെ സംസ്കാരവും കൾച്ചറൊക്കെ നമുക്ക് അറിയാനുള്ളൊരു അവസരം കൂടി ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് 1-2 ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അങ്ങോട്ടേക്ക് ഒരു ടെമ്പിളിലേക്ക് നമ്മുടെ പൂജാരി വന്നിട്ടുണ്ട്. പുള്ളി പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ചാമുണ്ഡേശ്വരി ടെമ്പിളിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഇവിടെ ഇപ്പോൾ കണ്ടോ എല്ലാ സംഭവങ്ങളും ക്ലീനായി വൃത്തിയോടൊക്കെ മാറി അവരത് നല്ല ഉഷാറാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ കുറച്ച് വൃത്തികളായിരുന്നു. ഇപ്പോൾ അവരെല്ലാം ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. ഒരുപാട് പേര് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മലയാളികളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ മലയാളീസ് ആട്ടോ.
ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് ഇവിടുത്തെ. അപ്പോൾ അവിടെ ഒരു ബസ് കിടപ്പുന്നുണ്ടോ, ഞാൻ ബസ്സിൽ കയറി ചെയ്തിട്ട് നേരെ നമ്മുടെ മൈസൂർ സിറ്റിയിലേക്ക് ഇനി പോവുകയാണ്. 25 രൂപയാണ് ഇവിടുന്ന് ബസ് ചാർജ് വരിക കേട്ടോ മൈസൂർ സിറ്റിയിലേക്ക്. ഇവിടെ താഴ്വാരത്തെ കാഴ്ചകളൊക്കെ വളരെയധികം മനോഹരമാണ്, നല്ല രസമാണ്. മൈസൂർ സിറ്റിയൊക്കെ ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ചാമുണ്ടി മല ഇറങ്ങി നമ്മളിതാ സിറ്റി ബസ് സ്റ്റാൻഡ്, മൈസൂരിലെ സിറ്റി ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മൈസൂരിൽ 2 പ്രധാന ബസ് സ്റ്റാൻഡുണ്ട്. ഒന്ന് സിറ്റി ബസ് സ്റ്റാൻഡും 2 സെൻട്രൽ ബസ് സ്റ്റാൻഡുമാണ്. ഈ സെൻട്രൽ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ മൈസൂരിൽ വന്ന് ഇറങ്ങിയത്. ഇൻ്റർസിറ്റി ബസ്സൊക്കെ അവിടെയാണ് സാധാരണ വരിക. ഇത് 2ാമത്തെ സിറ്റി ബസ് സ്റ്റാൻഡാണ്. ഇനി നമുക്ക് ഇവിടുന്ന് സെൻറ്റ് ഫിലോമിന കത്തീഡ്രലിലേക്ക് പോകണം. ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. റോഡ് സൈഡിൽ ഒരുപാട് പൂക്കച്ചവടക്കാരെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ലൂർദസ് നഗറിലുള്ള അശോക റോഡിലുള്ള നമ്മുടെ സെൻറ്റ് ഫിലോമിന ചർച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. സെൻറ്റ് ജോസഫ് ചർച്ച് എന്ന കത്തീഡ്രൽ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതാണ് ലൂർദസ് നഗർ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റൂമും വരുന്നത്. നമ്മുടെ പാലസിൽ നിന്ന് ഒരു 800 മീറ്റർ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അതൊരു ഹൈറ്റ് കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ഹൈറ്റ്, എൻ്റെ ഹൈറ്റ് 53 മീറ്ററാണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. ഇന്ത്യയിൽ എന്നല്ല ഏഷ്യയിൽ തന്നെ ഏറ്റവും ടാളസ്റ്റ് ആയിട്ടുള്ള ചർച്ചുകളിൽ ഒന്നാണ് ഈ സെൻറ്റ് ഫിലോമിന ചർച്ച്. 1936 ഈ ചർച്ച് നിർമ്മിച്ചത്. നിയോ ഗോത്തിക് സ്റ്റൈലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത്. പിന്നെ ഒരു കാര്യം, ജർമ്മനിയിലുള്ള കോലോൺ കത്തീഡ്രൽ എന്ന് പറഞ്ഞ ഒരു ചർച്ചുണ്ട്. അതിൻ്റെ ഒരു രൂപസാദൃശ്യം ഇതിനുണ്ട്. കാരണം അത് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചർച്ചിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളേതൊരു യൂറോപ്പിലെത്തിയ ഫീലിംഗ് ആട്ടോ എനിക്കുണ്ടായത്. ഓരോ സൈഡിലെത്തുമ്പോൾ ഓരോ ഭംഗിയാണ്, ഒരു രക്ഷയില്ല. ഒരുപാട് മലയാളീസിനൊക്കെ കാണാൻ കഴിഞ്ഞു. ആ പോകുന്നതൊക്കെ മലയാളീസാണ്. പിന്നെ ഈ ചർച്ചിന് പ്രധാനമായും 3 എൻട്രൻസ് വരുന്നുണ്ട്. ആ എൻട്രൻസിലൂടെയൊക്കെ നമുക്ക് കയറാൻ കഴിയും. പിന്നെ ഒരു വെറൈറ്റി ആയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഈ ചർച്ചിനുണ്ട്. ഈ ചർച്ചിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ തന്നെയുണ്ട്. അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെയാണ്. നമ്മൾക്ക് ചർച്ചിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് നേരെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. എന്നിട്ട് ആ നേരെ നമുക്കൊരു സ്റ്റെപ്പ് വഴി മേലോട്ട് വീണ്ടും കയറാൻ കഴിയും. ഉള്ളിൽ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. എന്നോട് വീഡിയോ ഒന്നും എടുക്കരുത് പറഞ്ഞതുകൊണ്ട് ഞാൻ ക്യാമറയൊക്കെ ഓഫാക്കി ഉള്ളത്തെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങി. ഇപ്പോൾ പതിയെ തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൈസൂരിലേക്ക് വന്നാൽ ഈ കാഴ്ചകളൊന്നും മിസ്സാക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. വാലയാമീച്ചസ് എന്ന് പറഞ്ഞാൽ ബൈ ഫ്രണ്ട്സ് എന്നാട്ടോ ലാറ്റിനിൽ. ഓക്കെ, വാലയാമീച്ചസ്.